ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഡിവൈൻ നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആവണം എന്നുള്ളതാണ് ദൈവനിശ്ചയം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ, പെയിൻ ഒക്കെ സഹിച്ച് മുന്നോട്ട് പോന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വിഷമം മാത്രമല്ല സന്തോഷങ്ങളും ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള ആ ഒരു ലൈഫിനകത്ത് സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഓർമ്മിക്കാനുള്ള നിമിഷങ്ങൾ വളരെ കുറവായിരിക്കും. അതിനേക്കാളും വളരെ ഡീപ്പറായിട്ട് പോയിരിക്കുന്നത് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങളുടെ ഈ ഒരു പാസ്റ്റിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു സ്വീറ്റ് മെമ്മറീസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു മുഹൂർത്തങ്ങളൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിനൊരു നല്ല ഭാവി ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങളെ കാത്തിരിക്കാനായിട്ട് നിങ്ങളെ മോഹിപ്പിക്കുന്നത് ആ കുറച്ച് നിമിഷങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു സ്വീറ്റ് മെമ്മറീസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ തുടക്കത്തിലേ തന്നെ പറയാം, ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് സഫറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും പലരും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു നാളെയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു വളരെ നല്ലൊരു നാളെയുണ്ട്, ഒരു പ്രോസ്പെറിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രയും പ്രോസ്പെറസ് ആൻഡ് ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു നല്ലൊരു നാളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും നിങ്ങൾക്കും ഉണ്ടാവും എന്നുള്ളൊരു തരത്തിലുള്ളൊരു സ്പ്രെഡാണ്. അപ്പോൾ അത്രയും നല്ലൊരു പ്രോസ്പെരിറ്റി കണ്ടതുകൊണ്ടാണ് ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും എന്നുള്ളതറിയാം. ആ ഒരു പാസ്റ്റിൽ അനുഭവിച്ച പെയിനിൻ്റെ കാഠിന്യം നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ് എന്നാണ് പറയുന്നത്. അതായത് സാധാരണ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ്, അതിൻ്റെയൊക്കെ ഒരു സ്ട്രാറ്റജി പോകുന്ന ഒരു സെയിം പാത്ത്, അല്ലെങ്കിൽ ആ ഒരു യൂഷ്വൽ പാത്തിലൂടെ ആയിരിക്കില്ല ഇത് പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു കോമൺ ത്രെഡ് സെയിം ആയിരിക്കും, പക്ഷെ ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ നോർമലി നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ ലൈഫിനകത്തേക്ക് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഓരോ വ്യക്തികളുടെ എൻട്രി ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാടൊരു മിസ്റ്ററി ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നതും അത്രത്തോളം ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടിൽ നൗ ഈ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വലിയൊരു മാറ്റമോ കാര്യങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടാവണമെന്നില്ല. ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവാം, കുറച്ചെങ്കിലും അധികം ഒരു പീക്കിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷേ കൂടുതലും ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കിട്ടിയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വിഷമം അല്ലെങ്കിൽ ഒരുപാട് പെയിനൊപ്പം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരുപാട് നാളുകൾ കാത്തു വെച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ നിങ്ങളുടെ മനസ്സ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ. അത് ചിലവർ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലാതെ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികളായിരിക്കാം, സിംഗിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ ഡിവോഴ്സ് ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന ആ രണ്ട് വ്യക്തികൾ, അതായത് നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുള്ള പേഴ്സൺ തന്നെയാണ് ആ ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഈ ഒരു ലൈഫിൽ നിങ്ങളെ കണ്ടുമുട്ടിയതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് പോയതും ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതും. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളിപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആ ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾ പോയിരിക്കുകയാണ്. എങ്കിൽ കൂടിയും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു വ്യക്തി. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടാവേണ്ടുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം
കുറച്ചധികം നാളുകൾ നിങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടതായിട്ടും വരും എന്നുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു യോജിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എത്ര നാൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയോ അതുപോലെ തന്നെ ഒരു വേർപാട്, രണ്ടുപേരും സിംഗിളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് മാറേണ്ടെന്നൊരാവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം നിങ്ങളിപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഇൻറ്റിമസി നിങ്ങൾ തമ്മിൽ ഉണ്ടാവണമെന്നില്ല. രണ്ടുപേരും രണ്ട് അന്യ വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ രണ്ടുപേരും ഏതവസ്ഥയിലാണ് എന്ന് പരസ്പരം തിരിച്ചറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആ ഒരു പഴയ വ്യക്തികളല്ല, അല്ലെങ്കിൽ പഴയ ഒരു പ്രണയ ജോഡി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലല്ല. നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് മാറിയിരിക്കുന്നു, തീർച്ചയായിട്ടും മാറിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് ആദ്യമായിട്ട് സംഭവിച്ചിട്ടുള്ളതല്ല. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിന് മുൻപും ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. ചിലർക്ക് ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടായിട്ടുണ്ടാവാം, ചിലർക്ക് ഒരു തവണയെങ്കിലും. ഇപ്പോഴുള്ള ആ ഒരു സെയിം പാറ്റേൺ അല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഒരു കാഠിന്യം കുറഞ്ഞ തരത്തിലുള്ളതായിരിക്കാം ഒരു അകൽച്ച, ഒരു സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു സെപ്പറേഷൻ അധികം നാളെ നീണ്ടു നിന്നിട്ടുണ്ടാവില്ല. കുറച്ച് സമയങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിലൊക്കെ തന്നെ നിങ്ങളത് മേക്കപ്പ് ചെയ്ത് വീണ്ടും പഴയ രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു പേഴ്സണെ പിരിഞ്ഞു നിൽക്കുമ്പോഴുള്ള വേദന. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിനകത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞത് ആ ഒരു സമയത്തായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ടുള്ളത് ഒരു സംതിങ് റെക്കറിങ് എന്ന് പറയുന്നത് പോലെ അതിൻ്റെ തന്നെ ഒരു പാറ്റേണിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ. പക്ഷേ അതുപോലെയല്ല, വളരെ കാഠിന്യമേറിയതാണ്. കുറച്ചും കൂടി നമ്മൾ ഒരു ഹൈ ഡോസ് എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഒരു ഡോസ് കൂടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു അകൽച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പരീക്ഷണമായിട്ട് വന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യം അതിജീവിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമായിട്ട് വന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ആ ഒരു സിറ്റുവേഷനായിട്ട് കമ്പയർ ടു ദ അതർ സിറ്റുവേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനാണ് ഏറ്റവും കൂടുതൽ ഭീകരമായിട്ടുണ്ടാവുക. മറ്റേത് എന്തൊരു സിമ്പിളായിരുന്നു, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്കത് ഭയങ്കര പെയിനായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊക്കെ തലതല്ലി കരഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് വളരെ സിമ്പിളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നിട്ട് നിങ്ങളുടെ സോളിന് ആ ഒരു ഭാരം ചിലപ്പോൾ താങ്ങാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു ഫിസിക്കൽ ബോഡിക്കല്ല, നമ്മളുടെ ആ ഒരു മനസ്സ് എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ ആ ഒരു സോളിന് അത് താങ്ങാൻ സാധിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുണ്ടാവും. നിങ്ങൾ അത്രയും ഒരു ചങ്ക് പൊട്ടി കരയുക എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറിപ്പോയിട്ടുണ്ടാവുക. പക്ഷേ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇത് വിട്ടു പോകാനായിട്ടോ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി കളയാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ചിലപ്പോൾ വേദനയുടെ ഒരു കാഠിന്യത്തിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, ഇല്ല എനിക്കിത് ഒഴിവാക്കാൻ സാധിക്കും, എനിക്കതിനുള്ള കരുത്തുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ പാടെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഒരു യഥാർത്ഥ ക്യാരക്ടർ എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം ഒരു ക്ഷമാശക്തി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്ന ശേഷമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാത്രമല്ല, ആ ഒരു പേഴ്സണ് മേ ബി ഏതെങ്കിലും തരത്തിലുള്ളൊരു പോരായ്മകളോ, ചിലപ്പോൾ ചിലവർക്ക് കുറച്ച് കള്ളം പറയുന്ന സ്വഭാവം കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഒരാവശ്യം ഉണ്ടാവില്ല, വെറുതെ തമാശ കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ നുണ പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവാം. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രിങ്കിങ് പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സ്വഭാവം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വന്ന ശേഷം ആ ഒരു പേഴ്സൺ അതൊക്കെ മാറ്റിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളും ഇപ്പോൾ അത്രയധികം ഒരുങ്ങി നടക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവർ വന്ന ശേഷം വളരെ കാര്യമായിട്ട് ചിലപ്പോൾ ഇവരെ കാണിക്കണം അല്ലെങ്കിൽ ഇവരെ സന്തോഷിപ്പിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിച്ചിട്ടുണ്ടാവും. അതായത് ഇവരുടെ ആ ഒരു എൻട്രിക്ക് ശേഷം നിങ്ങൾ അവരെ മാത്രമല്ല നിങ്ങളെയും സ്വയം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഒരു വളരെ രുചികരമായിട്ടുള്ളൊരു പായസമാണെന്ന് വിചാരിക്കാം. അത്രയും ടേസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് ആര് കണ്ടാലും മോഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനകത്ത് ഒരു പല്ലി വീണു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷജന്തു വീണു എന്ന് വിചാരിക്കുക.
അതോടുകൂടി അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു പ്യൂരിറ്റിയും അല്ലെങ്കിൽ അത് കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് വന്ന ആളുകളുടെ ഒരു മനസ്സ് മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിപ്പോവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു വിഷം എന്ന് പറയുന്ന, അതായത് ആ ഒരു നെഗറ്റിവിറ്റിയാണ് ഉദ്ദേശിച്ചത്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വഴിയായിരിക്കില്ല, ത്രൂ എ തേർഡ് പാർട്ടി ആയിരിക്കാം ഇത് അതിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വളരെ കാഠിന്യമേറി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകണം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള കുബുദ്ധികളായിട്ടുള്ള ആൾക്കാരാരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സ്ഫുള്ളി പ്രയേഴ്സോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വം പിടിച്ചു വലിച്ച് മാറ്റുക എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളിൽ നിന്ന് അകറ്റി മാറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ആ ഒരു കാർമേഘം നിങ്ങളുടെ ലൈഫിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തമ്മിൽ അകറ്റുന്ന എന്തോ ഒന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്നായിരിക്കാം, അല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് വിടാതെ മാറ്റി നിർത്താനുള്ള ആ ഒരു പവറുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഫോഴ്സ്ഫുള്ളി അല്ല ചില കാര്യങ്ങൾ, അല്ലാതെ വെറുതെ സുഗമമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രത്യക്ഷത്തിൽ തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ആ ഒരു കർമ്മങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും സത്യത്തിന് നിരക്കാത്തതായിട്ടുള്ള എന്തോ ഒന്ന് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചതി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ തകർത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ചതിച്ചിട്ടുള്ളത് ആ ഒരു തേർഡ് പാർട്ടി മുന്നിൽ നിന്ന് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ആ രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളതാവാം. അവർക്ക് താല്പര്യമില്ലെങ്കിൽ കൂടിയും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവരെ ഫോഴ്സ്ഫുള്ളി തള്ളിവിട്ടതാവാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സത്യത്തിന് നിരക്കാത്തതായിട്ടുള്ള എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ അത്രയും ഒരു ചീറ്റിംഗ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫിനകത്ത് എൻ്റർ ആയ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച ഒരു ബാഡ് സിറ്റുവേഷനോ ഒക്കെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റിമറിച്ചത്. ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിനകത്ത് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ അത് വന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് ഈ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ അവരായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളോ ഒരു റീസൺ ആയി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അങ്ങനെ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാവാൻ വിധിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി തലകുത്തി മറിഞ്ഞാലും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് കടത്തി വിടില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആര് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്തുള്ളൊരു ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇനി എനിക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ജീവിതം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവരുമായിട്ട് പഴയതുപോലെ എനിക്ക് ആവാൻ കഴിയുമോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംശയം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. നിങ്ങളുടെ മനസ്സിനകത്ത് അവരുണ്ട്, നിങ്ങളിപ്പോഴും കാത്തിരിക്കുന്നുണ്ട്, എല്ലാം ശരിയാണെങ്കിലും ആ ഒരു സംശയം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായേക്കാം. എങ്കിൽ കൂടി നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഒരു തേർഡ് പാർട്ടിക്കും ഈ റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് പോലെ ഇതിനൊരു മാറ്റം വരും തീർച്ചയായിട്ടും. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്കോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സഫോക്കേഷനോ എല്ലാത്തിനും മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു പഴയ ഇൻറ്റിമസിയോ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ പോലും സംസാരിച്ചിട്ടുണ്ടാവാം, തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ കൂടി. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിനൊന്നും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ ഒക്കെ ആയിട്ട് ഇതിനു വേണ്ടി തന്നെ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഫുൾ ടൈം ഇതോർത്ത് ഇനി എനിക്കൊരു ഭാവി ഉണ്ടാവുമോ ഈ ഒരു വ്യക്തിയായിട്ടെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരൊക്കെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഈ ഒരു പേഴ്സൺ തിരികെ വരുമോ എന്നോർത്ത് നിങ്ങൾ ചിന്തിക്കുകയോ ആകുലപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഒരു യൂണിവേഴ്സ് ആയിക്കോട്ടെ, നമ്മളുടെ ടാരോ റീഡിങ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം പുതിയതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ലൈഫിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ ഇവിടെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, അതിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോ സംഭവങ്ങളൊക്കെ അറിയാമായിരിക്കും. സോ ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനും സാധിച്ച ആ ചുരുക്കം ചില വ്യക്തികളിൽ ചിലരാണ് നിങ്ങൾ.
അപ്പോൾ നിങ്ങൾ അത്രയും ബ്ലെസ്ഡ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ആ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് കരുതി നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു വിജയം അതിനകത്ത് നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. ചില കാര്യങ്ങളൊന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടില്ല. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വന്നത് വളരെ എളുപ്പത്തിലായിരിക്കും അത് എൻ്റർ ചെയ്തതും മറ്റൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവുന്നതൊക്കെ വളരെ എളുപ്പത്തിലായിരിക്കാം. പക്ഷേ അതുപോലെ എളുപ്പമല്ല അത് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് വന്നിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇതെന്നുള്ളത് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ എന്നേക്കുമായിട്ട് നിലനിൽക്കണമെങ്കിൽ കുറച്ച് സ്ട്രഗിൾസും കഷ്ടപ്പാടും എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒന്നും വെറുതെ കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം എന്താണോ അത് നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഇതെല്ലാം മാച്ചായിട്ട് വരുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു സ്പ്രെഡാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിലുള്ള ചില കാര്യങ്ങൾ മാത്രം മാച്ചാവുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം എന്താണെന്ന് അറിയാതെ ചിലപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ, അല്ലെങ്കിൽ ദക്ഷയുടെ ഒരു വീഡിയോ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ ഒരു റീഡിംഗ് ആയിരിക്കും ചിലപ്പോൾ അവരുടെ ലൈഫിനകത്ത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത്രയും പോസിറ്റിവിറ്റി ഉള്ള ഒരു റീഡിംഗ് തന്നെയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളുടേതാക്കാൻ സാധിച്ച, അല്ലെങ്കിൽ അത്രയധികം ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു സ്പ്രെഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ സാധാരണ നോർമലി പറയാറുള്ളത് ഈ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് പറയാറുള്ളത്. നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ അതാണ് എടുത്തു പറയാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ പോലും പറയുന്നില്ല. കാരണം അത്രയധികം ഒരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി, നമ്മളുടെ കഷ്ടപ്പാടിനൊടുവിൽ നമുക്കൊരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എവിടെ നമ്മൾ പരാജയപ്പെട്ടു പോവാതെ നമുക്ക് മുന്നോട്ട് എത്താനായിട്ട് സാധിക്കുക. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയാണല്ലോ നിങ്ങളിത് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തൊക്കെ തടസ്സം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി തടസ്സം ഉണ്ടാക്കട്ടെ, നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ മാറിപ്പോകുന്നൊരു സാഹചര്യം വരട്ടെ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയ ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ക്ലെയിം ചെയ്യുക, ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഉൾക്കൊള്ളുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇവിടം വരെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ വളരെ നോർമലി കേൾക്കുന്ന പോലെ, കാഷ്വലി കേൾക്കുന്നത് പോലെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണേക്ക് അത്രത്തോളം മനസ്സിൽ വിചാരിക്കാതെ ആ ഒരു ഫുൾ എനർജിയിൽ നിങ്ങൾക്കിത് കേൾക്കാൻ സാധിച്ചില്ല. ഇവിടം വരെ എത്തിയപ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ മനസ്സിരുത്തി അവരെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നല്ലൊരു മൈൻഡിൽ, ശാന്തമായിട്ടുള്ളൊരു മൈൻഡിൽ ഒരിക്കൽ കൂടി ഈ ഒരു റീഡിങ് വീണ്ടും കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.